മാധവ്? അമ്മ ഒന്നും പറയണ്ട. ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മ അത് ചെയ്തെന്നോ? അതിന് നീ എന്ത് കാര്യം ചോദിച്ചേ? ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, ഇന്ന പരിപാടിയൊക്കെ ഉണ്ടാവുന്ന അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ഒന്ന് കേൾക്ക പോലും ചെയ്തില്ല. ഹോ, അതാണ് ഇത്ര വലിയ പ്രശ്നം. അതിന് പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ? നീ മര്യാദക്ക് പഠിക്കാൻ നോക്ക. എക്സാം ഒക്കെ അല്ലേ? എന്റെ പൊന്നമ്മേ, ഒരു കൊല്ലത്തിന് കുറെ ഉണ്ടാവും പരീക്ഷയൊക്കെ. പക്ഷെ അതുപോലെയാണ് ബർത്ത്ഡേ ഒറ്റ ഒന്നിലുണ്ടാവുള്ളൂ. അതിന് പോലെന്ന് വെച്ചാല് അവ സങ്കടത്തിലാവൂലേ? എന്നെ വേറെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദക്ക് പഠിക്കാൻ നോക്ക. ഞാനിപ്പോ പഠിച്ചെന്നെ. എന്താ മാധവിത, നിനക്ക് നിന്റെ ക്ലാസ്സിൽ ടോപ്പ് ആവണ്ടേ? ആവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകും ചെയ്യും. അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മ, അമ്മയും വരണം. ഓ, നിന്റെ ഒലക്കിയ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടിന്റെ വീട് എവിടെ? അതിനമ്മേ വീട്ടിലുള്ള പരിപാടി, റെസ്റ്റോറന്റിലെ പരിപാടി. റെസ്റ്റോറന്റിലോ? ഏത് റെസ്റ്റോറന്റിലോ? ഓ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം അമ്മ. അമ്മ ഒന്ന് പെട്ടെന്ന് സുന്ദരായിട്ട് വാ, നമുക്ക് പാർട്ടിക്ക് പോണ്ടേ? എന്നാ ഞാൻ വരാം, ഇപ്പൊ വരാം. ഇങ്ങനെ നിക്ക്. ആഹാ, അമ്മ അങ്ങ് ഭംഗി കൂടിയിട്ടുണ്ട്. ആണോടാ? എന്നാ പെട്ടെന്ന് വാ, നമുക്ക് പെട്ടെന്ന് പോകണം. അച്ഛൻ പറഞ്ഞിട്ടില്ലേ നമ്മള് രാത്രി സമയങ്ങളിൽ പുറത്ത് പോകരുതെന്ന്. ഇതെങ്ങനെ അച്ഛൻ അറിഞ്ഞാലേ വലിയ പ്രശ്നവും. അതേപോലെ തന്നെ അച്ഛന്റെ റെസ്റ്റോറന്റിലല്ലേ പോണേ. എന്നാലേ വലിയ പണിനെ കിട്ടും. അച്ഛനെ വയലങ്ങനെ കണ്ടാലും മണേ ഫുൾ തീർന്ന്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്നമ്മ ഇങ്ങോട്ട് വാ അമ്മേ. ഓ, ഇതാ വരുന്നു. മോനെ, ഇതാണോ നീ പറഞ്ഞ ഹോട്ടല്? അതെ, കൊള്ളാലേ. നമ്മുടെ അച്ഛനെക്കാളും ഭംഗിയുണ്ട്. അതെ അതെ. എത്ര കാലത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നേന്നറിയോ? ഇതെങ്ങാനും അർജുൻ അറിഞ്ഞ കഴിഞ്ഞു. സോ കെയർഫുൾ കീർത്തി, കെയർഫുൾ. അല്ല അമ്മ, അമ്മ എന്ത് ആലോചിച്ചിരിക്കുന്നേ? അങ്ങോട്ട് കയറ്. എടാ ഒന്നുമില്ല, വാ. അലക്സ്, നിന്റെ ഫ്രണ്ട് എവിടെ? കുറെ നേരം കാത്തു നിൽക്കാൻ തുടങ്ങിട്ടാ. ഇന്നെങ്ങാനും വരുമോ? എന്താ അമ്മേ, അവൻ ഇപ്പൊ വരുമായിരിക്കും. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അതെ, അവനിട്ട് ഇങ്ങനെ വെറുതെ വശത്തിലാക്കല്ലേ. അവനിപ്പോ വന്നോളൂ. നിങ്ങളാ ഇവരെ ഇങ്ങനെ ആക്കുന്നേ? അല്ല പിന്നെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ നിന്നെടുത്തോളൂ. അവന്റെ പോനെ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നേ? അവരെപ്പങ്ങാനും വരാനാ? ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് വന്നില്ലെങ്കിൽ എന്താ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് എന്തായാലും അവരെ കാത്തുക്കണ്ട. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അവര് വരാണെങ്കിൽ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കഴിച്ച വീട്ടിലേക്ക് പോവാം. സത്യം പറഞ്ഞാ നമ്മുടെ റിലേറ്റീവ്സ് ഒന്നും വിളിക്കാതെ ഇവരെ മാത്രം വിളിച്ചാലേ എന്ത് കാര്യമല്ലേ? നമുക്ക് കഴിച്ചിട്ട് പോവാം. ഓക്കെ, പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ചേട്ടൻ വഴക്കറിയും. ചേട്ടനോട് ചോദിക്കാതെ വന്നേ. ഓ ആണോ? എന്നാ പെട്ടെന്ന് കേക്ക് മുറിക്കാല്ലേ. പിന്നെ ചേട്ടനോട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ വേണ്ട, ചേട്ടനും റെസ്റ്റോറന്റ് നടന്ന ആളാ. അപ്പോ ഇവിടേക്ക് അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. ഇവിടേക്ക് നല്ല ഏത് റെസ്റ്റോറന്റ് വന്നാലും വഴക്കറിയും. അതുകൊണ്ടാ സോറി. അതുകൊണ്ടാ പ്ലീസ്. ഓ ശരി. മൃദുല, അവൾ അങ്ങനെ നിർത്താതെ പെട്ടെന്ന് ഇരുത്താൻ നോക്ക്. അയ്യോ സോറി, വന്നിരിക്കൂ. നീ എന്താ ലേറ്റ് ആയേ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരായിക്കൂല. എനിക്ക് നല്ല ഉറപ്പുണ്ടായി. അതേപോലെ തന്നെ അച്ഛൻ സ്ട്രിക്റ്റ് അല്ലേ, നിനക്കറിയില്ലേ? അതേമാതിരി തന്നെ അച്ഛനെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഒന്നും വിടാൻ പറ്റൂല. പിന്നെ പ്രത്യേകിച്ച് റെസ്റ്റോറന്റിലേക്ക്. അതെ ഈ നിന്റെ അച്ഛനക്ക് റെസ്റ്റോറന്റ് ഇവിടുത്തെ റെസ്റ്റോറന്റിലേക്ക് വരാനേ അച്ഛൻ സമ്മതിക്കണ്ടാവില്ലല്ലേ? അതെ പിന്നെ ചോദിക്കാനും പോയില്ല. ഇനി അങ്ങനെ കണ്ടാലേ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ വെച്ച് വഴക്ക് അറിയണ്ടാവില്ല, വീട്ടിൽ വെച്ച് വഴക്ക് അറിയും. ഞാൻ മെയിൻ കൊടുക്കൂല, അത്ര തന്നെ. ശരി മാധവ്, നമുക്ക് കേക്ക് മുറിക്കാം. അപ്പൊ കേക്ക് ഒന്നും മുറിച്ചില്ലേ? എന്റെ കട്ടക്ക് കൂടെ നിൽക്കുന്ന നീ ഇല്ലെങ്കിൽ. അയ്യോ കട്ടക്കൊന്നല്ല, പിന്നെ നിന്നെ ഓർത്ത ബന്ധം പോലെ. അതോടെ വെയിറ്റ് ചെയ്തേ, അല്ല നിന്നോട് സ്നേഹം കൊണ്ടൊന്നല്ലാട്ടാ. കഷ്ടപ്പെടുത്ത മാട്ടാ, യാരെയും കഷ്ടപ്പെടുത്ത മാട്ടാ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ഇത് ഞാൻ ഉണ്ടാക്കി കേക്കാ. കുക്കിങ്ങില് എന്നെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ അല്ലേ ചേട്ടാ? അതെ. പിന്നെ ഞാൻ പോവാട്ടാ. അയ്യോ നീ പോവല്ലടാ. നീ എന്റെ വീട്ടിൽ ദിവസം നിന്നിട്ട് പോയിക്കോ പ്ലീസ്. വേണ്ടടാ, അച്ഛൻ സമ്മതിക്കൂല. അതുകൊണ്ടാ എന്തോ അച്ഛൻ ഈ കടയിൽ വരുന്നത് തീരെ ഇഷ്ടമല്ല. മറ്റു റെസ്റ്റോറന്റിൽ പോകുന്ന പോലെയല്ല. ഈ കടയ്ക്ക് വരുമ്പോ എന്നെ എപ്പോഴും വഴക്ക് പറയും. നിന്റെ അച്ഛനൊന്നും കാണാനിക്കൂല, എന്താ അറിയില്ല. അതെന്താ നിന്റെ അച്ഛൻ ഈ കടയോട് ഇത്ര വെറുപ്പ്? എനിക്കറിയില്ല, ഞാനേ ചോദിച്ചു നോക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാ, അമ്മ ചോദിക്കാനായിട്ട് സമ്മതിക്കൂല. എനിക്ക് തോന്നുന്നു ഡെയിലി ഇവിടെ കുറെ ആൾക്കാർ വരാറുണ്ട്, അതുകൊണ്ടുള്ള അസൂയായിരിക്കും നിന്റെ അച്ഛനക്ക്. ഒന്ന് പോടാ, ഞങ്ങളുടെ കടയിലും ഒരുപാട് പേര് വരാറുണ്ട് ട്ടാ.
ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാധവ് പെട്ടെന്ന് വാ, അച്ഛൻ വഴക്ക് പറയും. എന്താ കീർത്തി ഇത്? അവര് സംസാരിച്ചിരുന്നോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? അയ്യോ അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, ചേട്ടന് അറിഞ്ഞ ഒരുപാട് പ്രശ്നമോ, അതുകൊണ്ടാ. പ്ലീസ് മാധവ് ഒന്ന് പെട്ടെന്ന് വാടാ. അയ്യോ വരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ സ്കൂൾക്ക് വരുമ്പോ നമുക്ക് ഒരുപാട് തള്ളു വിടണം കേട്ടോ. നമ്മളിന്ന് ബർത്ത്ഡേ പാർട്ടി കഴിച്ചിട്ടൊക്കെ. അതിനെന്താടാ, നമുക്ക് നല്ല വിടാം. എന്താ മാധവ് ഇത് ഒരൊറ്റ വെച്ചിട്ടുണ്ടല്ലോ, കുറെ നേരം സംസാരിച്ചിരിക്കുന്ന. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ അച്ഛൻ വഴക്കറിയും പെട്ടെന്ന് വരണം വരണം. അതമ്മേ ഞാൻ ഒന്നും പറയണ്ട, അങ്ങോട്ട് വാ, നാളെ തരാം ഞാൻ. കീർത്തി എന്തിനാ കുട്ടികളെ വഴക്ക് പറയുന്നേ? അവർ ഫ്രണ്ട്സ് അല്ലേ? മാധവ് നടക്കോട്ട്. പിന്നെ ഞങ്ങൾ പോവാ. ബൈ. സൂക്ഷിച്ചു പോണേ. സൂക്ഷിച്ച് തന്നെ പോകുന്നേ. ശരി, ഓക്കെ. എന്നാലും അച്ഛൻ എന്താ ഈ ആന്റിനോട് ഇങ്ങനെ സംസാരിക്കുന്നേ? പെണ്ണിലെ കണ്ടാലേ ഒന്ന് മെയിൻറ്റ് പോലെ ആക്കാത്ത ആളാ. ഈ ആന്റിനെ കണ്ടപ്പോ ഭയങ്കര സ്വല പരിചയ. കാണിച്ചു കൊടുക്ക അച്ഛനെ ഞാന്. താനീ കാട്ടുകോഴിയുടെ അതേ സ്വഭാവം അച്ഛന്. എന്നാലും അവൾ എന്തിനാ ഇങ്ങനെ കുട്ടികളെ വഴക്ക് പറയുന്നേ? പിന്നെ നിന്റെ സംസാരം കേട്ടതൊന്നു നീ കുട്ടികളെ വഴക്ക് പറയാത്ത പോലെ ഉണ്ട്. അച്ഛാ അച്ഛൻ എന്ത് ചെയ്യുവാ? ഹേ ഒന്നുമില്ല, കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ കാര്യം ചോദിച്ചാ അച്ഛൻ സത്യം പറയോ? നീ അത് ചോദിക്കുക, എന്നിട്ടല്ലേ ഞാൻ തീരുമാനിക്കാം സത്യം പറയണോ നോണ പറയണോന്ന്. അച്ഛാ ഞാൻ കാര്യം ചോദിക്കാണേ. ഇന്ന് വന്ന ആന്റി ഇല്ലേ? ഇന്ന് വന്ന ആന്റിക്ക് എന്താ? എന്റെ പൊന്നച്ഛാ തോക്ക് കയറി വെടിവെക്കലേ. കാര്യം ഞാൻ പറഞ്ഞുതരാന്നേ. അച്ഛാ അച്ഛൻ ആന്റി എന്താ ബന്ധം? നീ എന്താ ഈ പറയുന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഓ എന്റെ പൊന്നച്ഛാ, നിങ്ങൾ നേരത്തെ തമ്മിൽ വല്ല പരിചയം ഉണ്ടോന്ന് ചോദിച്ചേ. അയ്യോ എന്താ എന്താ എന്താ? എന്റെ പൊന്നച്ഛാ ഒരു കാര്യം ചോദിക്കുമ്പോ കൃത്യമായിട്ടൊരു മറുപടി പറയണ്ട അച്ഛാ. എന്താ സംഭവം? എന്താ? എന്റെ പൊന്നു അലക്സേ, അങ്ങനെ ഒരു ബന്ധമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നേ. മതിയായാലോ, ഇനി മക്കൾ പോയി കേട്ടോ. ഞാൻ വിശ്വസിക്കില്ല. അച്ഛനെ ഒരു പെണ്ണിനെ കണ്ടാലും മെയിൻ എടുക്കാത്ത ആളാ. ആ ആന്റി വന്നപ്പോ എന്ത് സംസാരമായിരുന്നു? അത് മോനെ നിനക്കത് അങ്ങനെ തോന്നുന്നതാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട് പെണ്ണുങ്ങളോട്. പക്ഷെ ആന്റി കണ്ടപ്പോ പാവം തോന്നി. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്തോ എപ്പോഴും വഴക്ക് പറയത്രേ. ഓ എന്നാ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു അച്ഛനാ ചേച്ചി എന്താ ബന്ധം ഉണ്ടെന്ന്. എന്നാ കുഴപ്പമില്ല, അച്ഛന്റെ പണി തുടങ്ങട്ടെ. ഞാൻ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അച്ഛൻ ജോലി ചെയ്തോട്ടോ. ശരി മോനെ. പാവന്റെ അച്ഛൻ, ഞാൻ ഒരുപാട് സംശയിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ അറിയണം? അല്ല പിന്നെ ആ ആന്റിയും ഞാൻ എന്ത് ബന്ധം? അല്ല പിന്നെ അമ്മേ അച്ഛൻ. അതെ അതെ. അമ്മേ ഇനി എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളുടെ അപ്പളെ പറഞ്ഞതാ അച്ഛനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോവാന്ന്. അത് പിന്നെ അമ്മേ ഞാൻ സോറി അമ്മേ. ഓ അതും പറഞ്ഞവിടെ ഇരുന്നോ? എവിടെ പോയതായിരുന്നു? അത് പിന്നെ ഏത് പിന്നെ? ഞാൻ അതും ചോദിച്ചില്ല, കാരണം അങ്ങ് പറഞ്ഞാ മതി. ഒന്നുമില്ല, അത് വെറുതെ പുറത്തേക്ക് പോയതായിരുന്നു. സോറി, പറയാൻ വിട്ടുപോയതാ. നിങ്ങൾ എന്തിനാ അതിന് പേടിക്കുന്നേ? കാര്യങ്ങൾ പറഞ്ഞാ പോരെ. പേടിച്ച് പേടിച്ച് പറയാൻ ഞാനാരാ? പോലീസൊന്നുമല്ലല്ലോ. സമാധാനത്തോടുകൂടി പറ, എവിടേക്കാ പോയതെന്നാ. അമ്മേ ഇപ്പൊ പറയേണ്ട ആർക്കും കുറച്ചുകൂടി നല്ലത്. അച്ഛനിപ്പോ ചൂടൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞാലേ അങ്ങനൊന്നും റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോവാ. അയ്യോ വേണ്ട അച്ഛാ, ഞങ്ങൾ പോയത് റെസ്റ്റോറൻറ്റിലേക്കാ. എന്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറൻറ്റിലേക്കാ. അവന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ഏത് റെസ്റ്റോറൻറ്റിലേക്കാ പോയത്? അച്ഛനക്ക് ദേഷ്യം അടുത്തേക്ക് ഞങ്ങൾ പോയത് ആ റെസ്റ്റോറൻറ്റിലേക്ക്. അച്ഛൻ എപ്പോഴും വഴക്ക് പറയാറില്ലേ, അവിടേക്കാ പോയത്. അവന്റെ അച്ഛനെ അവിടെ ജോലി ചെയ്യുന്നേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചേ. സോറി അച്ഛാ. ഇനി ഇതിനെ ചൊല്ലിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാവും. ഉറപ്പാ ഇവരെ ഞാൻ. ഇവൻ പറയുന്നത് ശരിയാണോ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ, അച്ഛനെ പേടിച്ചിരിക്കാതെ. മരമട്ടാ നിനക്ക് തരാട്ടോ. സോറി, ഒരു മിസ്റ്റേക്ക് പറ്റി, അത്രേ ഉള്ളൂ. ശരി ഞാൻ പോണ. ദേ അവൻ പോയി. ഇനി ഞാൻ മൊത്തം കേൾക്കേണ്ടി വരല്ലോ. എന്താടി അവൻ പറയുന്നത് ശരിയാണോ? ഏകദേശം. എന്താ ഏകദേശം? ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ ആ റെസ്റ്റോറന്റിലേക്ക് പോവരുതെന്ന്. അയ്യോ അത് അവൻ പറഞ്ഞപ്പോ ഞാൻ പോയതാ മാധവ്, അതുകൊണ്ടാ. ഞാൻ നിന്നോടെ പോവേണ്ട പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായല്ലോ നിനക്ക്? എന്താടി പഴയ ബന്ധം ഇനിയും ഉണ്ടാക്കാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാ. അല്ലാതെ ഞാനൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. നീ അവനോട് ഒന്നും സംസാരിച്ചിട്ടില്ല? സത്യമായിട്ടും ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. കീർത്തി ഇങ്ങനെ കള്ളം പറയാനേ ഞാൻ ആരെ പഠിപ്പിച്ചേ? നിന്റെ കണ്ണ് കണ്ടാ അറിയാം നീ അവരോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാ വരുന്നതെന്ന്. സത്യമായിട്ട് അർജുൻ, ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എന്നാ നിനക്ക് കൊള്ളാം, ഇനി ഇത് ആവർത്തിക്കരുത്, മനസ്സിലായല്ലോ? വെറുതെ വിട്ടിരിക്കുന്നു, അല്ലെങ്കിലേ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നീ കരുതുന്ന പോലെ ഞാൻ വലിയ ദേഷ്യക്കാരനൊന്നല്ല. നീ അവനേറ്റ സൗഹൃദം കൂടെ പോയാലേ ഞാൻ എങ്ങനെ സംസാരിക്കാതിരിക്കാം? ശരി, ഇനി ഒന്നും ചെയ്യുന്നില്ല. ഹോ എന്ത് കഷ്ടമായത്. നീ പറഞ്ഞ പോലെ നിന്റെ അമ്മയും എന്റെ അച്ഛനും വേറെ ഒരു ബന്ധമില്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു അച്ഛനക്ക് അറിയില്ല എന്ന്. എന്നാലതെ വെറുതെ പറയുന്നതാ. നീ എന്താ ഈ പറയുന്നേ? നീ അതിന് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞത് കൊണ്ടല്ലേ നീ എനിക്ക് സംസാരിക്കുന്നത്. നീ എന്താ അതിന് അറിഞ്ഞത്? ഒക്കെ ഞാൻ പറഞ്ഞു തരാം. എന്നാ പെട്ടെന്ന് പറ, എനിക്കത് കേൾക്കണം. പെട്ടെന്ന് പറയണം. ഓ എന്റെ അലക്സി പറഞ്ഞു തരാന്ന്.